ഡോക്ടർ രാജേശ്വരി പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. മാഡം, മഴക്കാലം വരുമ്പോൾ എല്ലാ നമ്മുടെ ജന്തുക്കൾക്കായാലും മനുഷ്യർക്കായാലും രോഗം ബാധിക്കുന്നതൊരു പതിവാണ്. എസ്പെഷ്യലി നമ്മുടെ കന്നുകാലികളെ ചർച്ച ചെയ്താൽ മഴക്കാലം ഒരു പ്രശ്നമുള്ള കാലം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്തുവാണ്? പ്രധാനമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് മഴക്കാലം വരുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിലെ താപനില ഒരുപാട് താഴോട്ട് പോകും. ചില സമയത്ത് ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ആർദ്രത കൂടുകളാണെങ്കിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും. ഉള്ള ചൂടിനേക്കാളിലും കൂടുതൽ ചൂട് അനുഭവവേദ്യമായിട്ട് കാണാറുണ്ട്. അന്നേരം ഇങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോഴത്തേക്കും മൃഗങ്ങളുടെ രോഗപ്രതിരോധ ശേഷി താഴോട്ട് പോകും. രോഗപ്രതിരോധ ശേഷി ആണല്ലോ മൃഗങ്ങളെ രോഗം വരാതെ കൂടുതലും സംരക്ഷിക്കുന്നത്. നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും മരുന്നിനൊരു 30-40% രോഗം ഭേദമാക്കാനുള്ള കഴിവുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, ഡിസീസ് ഈസ് ഓൾവേസ് ആൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. അതെ. അന്നേരം അത് സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി താഴോട്ട് പോകുമ്പോഴത്തേക്കും ഈ പലതരം സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയ, വൈറസ്, അതേപോലെ ഫംഗസ്, പിന്നെ പലതരം കൂടുതലും ആന്തരിക പരാതങ്ങൾ എന്ന് വെച്ചാൽ വിരയിടനത്തിൽപ്പെട്ടവർ, ഇതൊക്കെ കൂടുതലായിട്ടങ്ങ് പെറ്റുപെരുകും. ഇവർ പെറ്റുപെരുകുന്നതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കുറേയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അസുഖം വരും. സാധാരണ കാലാവസ്ഥയെക്കാളിലും മഴക്കാലത്ത് രോഗം വരാനുള്ള സാധ്യത ഡബിൾ അഥവാ ഇരട്ടിയാണ്. എൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നുണ്ട്, ഹ്യൂമിഡിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ രോഗാണുകൾക്ക് വളരാനുള്ള സാഹചര്യം വളരെ നല്ല സാഹചര്യമായിരിക്കും. അതേസമയം നമ്മുടെ പശുക്കളുടെ ഒരു ആരോഗ്യനിലയും കുറച്ചൊന്ന് കുറവായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം രോഗങ്ങൾ എന്തായാലും അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രോഗങ്ങളും കാണാറുണ്ട്. പക്ഷേ ഈ സീസണിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കുറച്ച് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാർ. കുളമ്പ് രോഗം അഥവാ നമ്മൾ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന കുളമ്പ് രോഗം. പിന്നെ ആന്ത്രാക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ മലയാളം അടപ്പൻ എന്നാണ്. പിന്നെ കരിങ്കാൽ, ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. പിന്നെ ശ്വാസകോശ സംബന്ധിയായ ഒരു രോഗമുണ്ട്, ഹെമറാജിക് സെപ്റ്റിസീമിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷേ കൊരലടപ്പൻ എന്ന് വെച്ചാൽ ഒരു ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അകടിവീക്കം മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചെളിയും വെള്ളവും കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയിൽ പശുക്കളുടെ കുളമ്പ് അതിനകത്ത് മുങ്ങി നിന്നാൽ കുളമ്പ് ചീയൽ. ആൾക്കാർ പൊതുവെ ഒരു തെറ്റിദ്ധാരണ വരാറുണ്ട്, കുളമ്പ് ചീയലും കുളമ്പ് രോഗവും. കുളമ്പ് രോഗം ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. കുളമ്പ് ചീയൽ സാംക്രമിക രോഗമല്ല, ചെളിയും വെള്ളത്തിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് കുളമ്പ് ചീയൽ. പിന്നെ കാണുന്നത് മുടന്തം പനി. എന്നിട്ട് ഈ മുടന്തം പനി പരത്തുന്നത് ഈച്ചകളാണ്. പക്ഷെ അത് സാധാരണഗതിയിൽ ഒരു 3 ദിവസമേ നീണ്ടു നിൽക്കത്തുള്ളൂ. പക്ഷെ അത് ശരിയായിട്ടുള്ള ചികിത്സ നൽകിയില്ലേ ചിലപ്പോൾ അതിനൊരു സെക്കൻഡറി കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മനുഷ്യരിലോട്ട് പകരാവുന്ന ഒരു ജന്തുജന്യ രോഗമായിട്ടല്ല എലിപ്പനി. കാരണം എലിമൂത്രം ഒഴിക്കുന്നതും എലിപ്പനി ബാധിച്ച മൃഗങ്ങളുടെ മൂത്രത്തിൽ കൂടെ വെള്ളത്തിൽ ഒക്കെ കലർന്നിട്ട് നമുക്ക് പടരാനുള്ള സാധ്യതയുള്ള രോഗമാണ് എലിപ്പനി. രക്തപരാതങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഹീമോപ്രോട്ടോസോവൻ ഡിസീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് മൃഗങ്ങളുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ നേരത്തെ അവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള പരാതങ്ങൾ ഇതേപോലെ തന്നെ രോഗപ്രതിരോധശേഷി കുറയുമ്പം അത് കൂടുതലായിട്ട് പെറ്റുപെരുകി രോഗം ഉണ്ടാക്കും. പിന്നെ പ്രധാനമായിട്ട് കാണുന്നത് മഴക്കാലത്ത് പുല്ലിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കാണും. അതേപോലെ ചെറിയ ചെറിയ ബാക്ടീരിയ, അങ്ങനത്തെ സോയിൽ ബാക്ടീരിയ, മണ്ണിലുള്ള ബാക്ടീരിയകൾ കാണും. ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ ജലാംശം കൂടുതലാണെങ്കിൽ വയറിളക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചിലർ തീറ്റ ഒരുപാട് കാലത്തേക്ക് വാങ്ങിച്ച് സംഭരിച്ച് വെക്കുന്നവരുണ്ട്. ചോർന്നൊലിക്കാത്ത ഷെഡിലൊന്നും അല്ലാതെ ശരിയായിട്ട് വെക്കുകയൊക്കെ ചെയ്യുകയാണ്. തീറ്റയിലെ പൂപ്പൽ വിഷബാധ, അത് മഴക്കാലത്ത് കാണാറുണ്ട്. പിന്നെ തൊലിപ്പുറത്ത് വരുന്ന ചെറിയ ചരങ്ങ് പോലത്തെ രോഗങ്ങൾ. പിന്നെ ഈച്ച മുട്ടയിട്ടിട്ട് ഈച്ച പെരുകുമല്ലോ ഈ അഴുക്കും വെള്ളമൊക്കെ നിൽക്കുമ്പോഴത്തെ, അന്നേരത്തെ വ്രണങ്ങളിലെ പുഴുബാധ. പിന്നെ വെള്ളക്കെട്ടുള്ളിടത്ത് പശുക്കളെ മേയ്ക്കാൻ വിട്ടാൽ പലതരം പണ്ടപ്പുഴു, ഉരുളൻ വര, പരന്നവര, അങ്ങനത്തെ പലവിധ രോഗബാധകൾ കാണാറുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ നിരവധി രോഗങ്ങളുണ്ട് ഈ സമയത്ത് കാണപ്പെടുന്നത്. അപ്പം പശുക്കളിൽ ഒരു സാധാരണമായ ഏതൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ കർഷകർക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടത്? അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പനി. സാധാരണ ഇതിൽ ഉമിനീര് പുറത്തോട്ട് ഒഴുകത്തില്ലല്ലോ, അമിതമായിട്ടുള്ള ഒരു ഉമിനീർ വാർച്ച വരിക. പിന്നെ വായ്ക്കകത്ത്, കുളമ്പില്, അകിട്ടിലൊക്കെ ചെറിയ ചെറിയ കുമിളകൾ പോലെ വരിക, നടക്കാനൊരു ബുദ്ധിമുട്ട്, മുടന്ത് പോലെ കാണുക, കയ്യിലും കാലിലും നീര്, വീക്കം, അതേപോലെ വിശപ്പ് കുറയുക,
വയറിളക്കം വരിക. വളർച്ചയുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വായിലെയോ അല്ലെ കണ്ണിലെയോ ശ്ലേഷ്മസ്തരങ്ങളുടെ ഒരു നിറം നോക്കിയാൽ അറിയാം. പിങ്ക് നിറം, ചുവപ്പ് കുറവായി, പിങ്ക് നിറവും കുറവായി, ചിലത് പേപ്പറിന്റെ നിറത്തിലെ വെള്ള നിറം പോലെ ഇരിക്കും. അതേപോലെ മൂത്രത്തിൻ്റെ നിറവ്യത്യാസം എന്ന് വെച്ചാൽ കടുത്ത മഞ്ഞ അല്ലെ കട്ടൻ ചായയുടെ നിറത്തിൽ വരാം, ചിലപ്പോൾ ചോരയുടെ അംശം പോലെ വരാം. അതേപോലെ ചുമ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ചൊറിയൊക്കെ വരുവാണെങ്കിൽ ചിലടത്ത് മുടി കൊഴിയുമല്ലോ, മുടി കൊഴിച്ചിൽ. പിന്നെ ശരീരത്തിൽ ഒരുപാട് പിന്നെ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം, ടിക്സ് അല്ലെ പട്ടുണിയുടെ തൊലിപ്പുറത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ അന്നേരം രക്തപരാധങ്ങൾ മൂലമുള്ള രോഗം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും. പിന്നെ ചർമ്മത്തിൽ അല്ലെ തൊലിയിൽ അവിടെ ഇവിടെ ക്ഷതങ്ങളല്ലെ മുറിവുകളൊക്കെ കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്വയം ചികിത്സിക്കാതെ കഴിവതും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടുകൂടി തന്നെ ചികിത്സ ചെയ്യണം എന്നുള്ളത്. ഈ മഴക്കാലത്ത് ഇത്രയൊക്കെ ലക്ഷണങ്ങൾ വരുമ്പം തന്നെ നമുക്കൊരു മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ ഒരു മാഡം പറഞ്ഞ മാതിരി ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ആ സമയം എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ മഴയത്ത് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു കാണപ്പെടുന്നത് ഈ നമ്മുടെ പനി അല്ലെങ്കിൽ ശ്വസന സംബന്ധിതമായ രോഗങ്ങളല്ലേ? അതെ അതെ, അത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈർപ്പമാണല്ലോ, അന്തരീക്ഷത്തിൽ നന്നായിട്ട് ഈർപ്പമുള്ള സാഹചര്യമാണ്. അന്നേരം ഈർപ്പമുള്ള സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രോഗാണുക്കൾക്ക് വളരെ സൗകര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, അത് വളരെ പെറ്റുപെരുകും. അന്നേരം ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ് എന്ന് വെച്ചാൽ ശ്വാസനാളത്തിനുള്ള വീക്കം, അതേപോലെ ന്യൂമോണിയയും വളരെ കൂടുതലായിട്ട് കാണുന്നു. അന്നേരം ഈ ചൂട് ഈർപ്പം വരുമ്പോഴത്തേക്കും ന്യൂമോണിയ ബാധിച്ച കന്നുകാലികളുടെ അവസ്ഥ കൂടുതൽ മോശമാവും. ന്യൂമോണിയ ബാക്ടീരിയ, ന്യൂമോണിയ ബാക്ടീരിയൽ ന്യൂമോണിയയും ഉണ്ട്, വൈറൽ ന്യൂമോണിയയും ഉണ്ട്. ഏതാണ് അധികം കാണപ്പെടുന്നത്? മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുരലടപ്പൻ എന്ന് പറഞ്ഞ രോഗമാണ് മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഈ ചൂട് വരുമ്പോഴത്തേക്കും ശ്വാസം എടുക്കുന്നത് ഭയങ്കര ആഴത്തിൽ, ലേബേർഡ് ബ്രീത്തിങ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ആഴത്തിൽ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബാക്ടീരിയകൾ ശ്വാസനാളത്തിന്റെ ഉള്ളറയിലോട്ട് എത്താൻ സാധ്യത കൂടുതലാണ്. അന്നേരം ഇത് കണ്ടീഷൻ കൂടുതൽ മോശമാവും. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മഴക്കാലത്താണല്ലോ കുരലടപ്പം കൂടുതലായിട്ട് കാണുന്നത്. അന്നേരം ആ മഴക്കാലത്തിന് തൊട്ട് മുന്നേ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു മഴ തുടങ്ങുന്ന ഒരു ദിവസത്തിന് തലേ ദിവസം ചെയ്താൽ പോരാ, ഏകദേശം ഒരു മാസത്തിന് മുന്നേ തന്നെ ഈ കുരലടപ്പിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം. വാക്സിനേഷന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട്, അത് നമുക്ക് കീപ്പ് ചെയ്യണം, എന്തായാലും ചെയ്യണം. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുളമ്പ് രോഗത്തിനാണേലും അതേപോലെ ചർമ്മമുഴ രോഗത്തിനൊക്കെ ആണെങ്കിലും വീട്ടുപടിക്കൽ വന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാർ വന്ന് കുത്തിവയ്പ്പ് എടുക്കാറുണ്ട്. പക്ഷേ ഈ കുരലടപ്പിന് നമ്മൾ ആശുപത്രി പറഞ്ഞ് എന്നുവെച്ചാൽ വീട്ടുമുറ്റത്ത് വന്ന് ചെയ്യില്ല, നമ്മൾ എടുപ്പിക്കണം. ഇത് സൗജന്യമാണോ? ഇത് സൗജന്യമാണ്. നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിലുണ്ട്, ഷെഡ്യൂളിനകത്തുണ്ട്. അത് പാലോടത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ലാബിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. മേഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഉദയകുമ ആലപ്പുഴ കൃഷ്ണപുരത്താണ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിച്ചതാണ്. ഡോക്ടർ രാജേശ്വരി നമ്മോടൊപ്പം ഉണ്ട്. സർ, ചോദിച്ചോളൂ. നമ്മുടെ ഈ വാക്സിനേഷനൊക്കെ എടുക്കുന്ന ഒരു കുളമ്പ് രോഗമൊക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കുളമ്പ് രോഗത്തിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളില്ല. വളരെ പെട്ടെന്ന് വായുവിൽ കൂടെ പകരുന്ന ഒരു സാംക്രമിക രോഗം. കുളമ്പ് രോഗത്തിന്റെ രോഗാണു ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പുറത്തു വരും. രോഗലക്ഷണങ്ങൾ എത്രത്തോളം തീവ്രമാണെന്ന് നമുക്കറിയണമെങ്കിൽ എത്രത്തോളം വൈറസുകൾ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളത്, വൈറൽ ലോഡ് എന്ന് പറയും. കൂടുതൽ വൈറസ് കിടക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് രോഗം വരും. കുറച്ചെണ്ണം വൈറസ് ആണ് കിടക്കുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ രോഗലക്ഷണങ്ങൾ കാണത്തുള്ളൂ. അന്നേരം നമുക്കിത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ മാർഗമില്ല. എല്ലാ 6 മാസം കൂടും. ചോദിച്ചട്ടെ, ഇഞ്ചക്ഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? നമ്മൾ എടുക്കുന്നുണ്ടല്ലോ സാർ. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരെ എല്ലാ 6 മാസവും എല്ലാ മാധ്യമങ്ങളെ കൂടെ പരസ്യം നൽകും. കൂടാതെ നിങ്ങളുടെ പഞ്ചായത്തിലും മൃഗാസ്പത്രി വഴി നിങ്ങളെ അറിയിച്ചതിന് ശേഷം വീടാന്തരം വന്നിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത്, പലരും താൽക്കാലികമായിട്ട് 1-2 ലിറ്റർ പാല് കുറയുമെന്ന് പറഞ്ഞ് ഈ വാക്സിൻ എടുക്കാറില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു 2 ദിവസം കുറഞ്ഞാലും പാല് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഏത് വാക്സിൻ എടുത്താലും ശരീരത്തിന് ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അന്നേരം ഒന്ന് പാല് കുറയും, പിന്നീട് പാല് പഴയ അളവിൽ തന്നെ കിട്ടും. അന്നേരം തീർച്ചയായിട്ടും അതിനുള്ള വാക്സിൻ എടുക്കണം. ഇനി കന്നുകുട്ടികളെ നമസ്കാരവും നന്ദിയും കാരണം എല്ലാവർക്കും എല്ലാം ഉണ്ട്. സന്തോഷം. വളരെ നന്ദി. ഇപ്പം മാഡം ഈ സൂചിപ്പിച്ച മാതിരി തന്നെ ഈ കുളമ്പ് രോഗം പുള്ളിക്കാരൻ ചോദിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് ആദ്യമേ പറ്റത്തില്ല. പക്ഷെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കൊന്ന്
കോഷ്യസ് ആവാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രിക്കോഷൻസ് എടുക്കാം. ലക്ഷണങ്ങൾ കണ്ടിട്ട് പ്രിക്കോഷൻസ് കാര്യമില്ല. പിന്നെ ഒരു വൈറൽ രോഗം ആയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, രോഗത്തിൻ്റെ ഒരു കാലാവധി, അത്രയും ആ കാലാവധിയിലൂടെ അത് കടന്നു പോയതിന് ശേഷമേ അതിനൊരു റിക്കവറി ഉള്ളൂ. പിന്നെ അതിനകത്തെ ഒരു പ്രധാന പ്രശ്നം, റിക്കവറി വന്നാലും പാലുൽപാദനം പഴയ നിലയിൽ എത്തത്തില്ല, ഒന്നാമത്. പിന്നെ ഏറ്റവും പ്രശ്നം ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മേഡം, ഇത് ഈ സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ. ഹലോ, ഞങ്ങൾ മണ്ണഞ്ചേരി വിളിക്കുവാ. ആരാണ് വിളിക്കുന്നത്? മണ്ണഞ്ചേരി നൂർജഹാൻ. നൂർജഹാൻ മേഡം, ചോദിച്ചോളൂ. രാവിലെ ഒരു മുതുകത്തടി പൊട്ട് വന്നിട്ടത് പുറത്തുന്നില്ല ഡോക്ടറെ. അത് എന്താ, കൊറേ മരുന്നൊക്കെ ചെയ്തതാ. മുതുകത്തെന്ന് വെച്ചാൽ ഏത് ഭാഗത്തായിട്ടാണ്? ഫ്രണ്ടിലെ കൈയുടെ അവിടെ. ആകത്തെ ശരീരത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളോ? ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അന്നേരം എന്ത് മരുന്നൊക്കെയാണ് ചെയ്തത്? ഡോക്ടറോട് പറഞ്ഞിരുന്നോ? ആൽമിസോൾ, അങ്ങനെ ഒരു സ്പ്രേ, ആൽമിസോൾ എന്നും പറയുന്ന, പിന്നെ വിറ്റാമിൻസ് എല്ലാം ഇട്ടിട്ടും മാറുന്നില്ല. വലുതാവുന്നുണ്ടോ? ഇച്ചിരി വലുതായി, ഇനി ഉള്ളിലോട്ടുണ്ടോന്ന് അറിയത്തില്ല. അന്നേരം ഇപ്പം ഡോക്ടർ കണ്ടിട്ടാണോ മരുന്ന് എഴുതിയത്, അതോ കാണാതെ ആശുപത്രി ചെന്ന് പറഞ്ഞിട്ടാണോ മരുന്ന് വാങ്ങി? ഞങ്ങൾ ആശുപത്രി ചെന്ന് പറയുമായിരുന്നു. അന്നേരം അത് വലുതാവുന്നുണ്ടെങ്കിൽ ഇപ്പം അത് ആ മരുന്ന് കൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയണത്, ഡോക്ടറോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ ഒരു സ്കിൻ സ്ക്രേപ്പിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞു തരാം. സ്കിൻ സ്ക്രേപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഒരു ബ്ലേഡ് വെച്ചിട്ട്, സ്കാൽപ്പൽ ബ്ലേഡ് പോലത്തെ ചെറിയ ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ ആ മുറിവിൻ്റെ ചോര വരുന്നത് വരെ ചുരണ്ടി എടുക്കും. എങ്കിലേ നമുക്ക് അതിനകത്തെ രോഗാണുവിനെ കിട്ടത്തുള്ളൂ. ചോര വരുന്നവരെ ചുരണ്ടി എടുത്ത് അത് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഈ വ്രണം വന്നതെന്ന്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വ്രണങ്ങൾക്ക് പല കാരണമുണ്ട്. ഒന്നാമത് ചിലപ്പം ഈ മണ്ടരിയാകാം. മണ്ടരി, നമ്മുടെ തേങ്ങയുടെയൊക്കെ മണ്ടരി എന്ന് കേട്ടിട്ടില്ലേ? മൈറ്റ്. അന്നേരം ചിലപ്പോ മണ്ടരിയാവാം. മണ്ടരി എന്ന് വെച്ചാൽ ആഴത്തിൽ ചുരണ്ടി എടുത്ത് നോക്കിയാലേ മണ്ടരി കിട്ടത്തുള്ളൂ. ചിലപ്പോ ചൊറിയാവാം. വേറെ സ്കേബിസ് എന്ന് പറയുന്നത് നമ്മള് വട്ടച്ചൊറി പറയില്ലേ, ഫംഗസ് മൂലമുള്ള വട്ടച്ചൊറിയാവാം, മണ്ടരിയാവാം, പലതരം ചൊറികളുണ്ട്. ഓരോ തരം ചൊറിക്കും ഓരോ തരം മരുന്നാണ്. പൊതുവായിട്ടൊരു മരുന്ന് ഇട്ടാൽ അത് മാറണം എന്നില്ല. അതിന് ഏറ്റവും നല്ലത് ഡോക്ടറോട് പറഞ്ഞ് അതിൻ്റെ ഒരു സ്കിൻ സ്ക്രേപ്പിംഗ്, അഥവാ വ്രണമുള്ള ഭാഗം ചുരണ്ടി എടുത്ത് ലാബിൽ എളുപ്പം 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ്. ലാബിൽ പരിശോധിച്ചിട്ട് ആ രോഗത്തിന് അനുസൃതമായിട്ടുള്ള, അല്ലെ അതിന് രോഗത്തെ ഭേദമാക്കുന്ന മരുന്ന് വെച്ചാൽ അത് മാറും. 6 മാസമുള്ള ഒരു വേറൊരു, അതും പശുക്കുട്ടിയാണ്. അതിന്റെ ദേഹമെല്ലാം ഇങ്ങനെ ഒരുമാതിരി നമ്മൾ നനയുമ്പോഴത്തേക്ക് ചുരുണ്ടിരിക്കുമല്ലോ, രോമമെല്ലാം കൂടെ ഇങ്ങനെ പരണ്ട പിടിച്ച പോലെ അങ്ങനെ ഇരിക്കുന്നത്. അതിന് വലിയ വളർച്ചയില്ല. അതും ഇതേപോലത്തെ ഒരു കിടാവ് തന്നെയാണ്. 2 എണ്ണത്തിനുണ്ട് അങ്ങനെ. അന്നേരം നൂർജഹാനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട് ഈ വെള്ളമുള്ള സ്ഥലത്താണോ? ആണ് ഡോക്ടറെ, ആണ്. വെള്ളമാ, ചുറ്റുപാടും വെള്ളമാണ് അല്ലേ? മഴ പെയ്തിട്ട് ഇപ്പൊ വെള്ളം മാറുന്നില്ല, ചുറ്റുപാടും വെള്ളമുണ്ട്. ഈ രണ്ടിനും സ്കിൻ സ്ക്രേപ്പിംഗ്സ് എടുത്തിട്ട് ചികിത്സ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം, ഷെഡ്, ഇപ്പൊ ചുറ്റുപാടത്തെ വെള്ളത്തിന് നമുക്ക് ഒഴിച്ചു കളയാനായിട്ട് ഉള്ള നടപടി ചെയ്യണം. അതേപോലെ ഷെഡിന് ആവശ്യത്തിന് ചരിവൊക്കെ ഉണ്ടോ വെള്ളം വാർന്നു പോവാൻ? ഷെഡിന് എപ്പോഴും ചിലർ ചെയ്യുന്നുണ്ട്. പശുവിനെ സ്ഥിരമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൂടുകാലത്ത് പ്രത്യേകിച്ച് ഏത് നേരവും വെള്ളം കോരി ഒഴിക്കും. എപ്പോഴും പശുവും തൊഴുത്തും നനഞ്ഞിരിക്കും. അതേ ബാക്ടീരിയ, അതേപോലത്തെ ഈ തരം ചൊറിയുടെ പരാതങ്ങൾക്ക് അത് പെറ്റുപെരുകാൻ നല്ലൊരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നതിന് തുല്യമാണ്. അന്നേരം ഷെഡ് ഉണങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടറെ തന്നെ സ്ക്രേപ്പിംഗ് എടുത്തിട്ട് ഈ 2 എണ്ണത്തിന്റെ വിരക്കുള്ള മരുന്ന് കൊടുത്തായിരുന്നോ? അന്നേരം ഈ ചെറിയ കുട്ടികളല്ലേ, ചുറ്റുപാടും വെള്ളം കെട്ടി, മഴക്കാലം ആകുമ്പോൾ കൊടുക്കണം. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ, മഴക്കാലത്തിന് ശേഷവും വിരമരുന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പണ്ടപ്പുഴുവും ഉരുണ്ട വിരകളുടെ ഉള്ള രോഗബാധ വളരെ കൂടുതലാണ്. അന്നേരം ഡോക്ടറെ ഒന്ന് കാണിച്ച് ഉള്ളിലുള്ള വിരയ്ക്ക് മരുന്നും കൊടുക്കുക, പുറത്തുള്ള ഇതുപോലത്തെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള മരുന്നും ചെയ്യുക. ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മേഡം ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇവരുടെ അവിടുത്തെ ആ ഒരു സാഹചര്യം, വളർത്തുന്ന സാഹചര്യത്തിൽ വെള്ളം അധികമുണ്ട്. അപ്പം ആർദ്രത അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റി ഒത്തിരി കൂടി നിൽക്കുമായിരിക്കും അല്ലേ? മേഡം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് FMD വാക്സിനേഷനെ പറ്റിയായിരുന്നു. മേഡം നമ്മുടെ ആദ്യത്തെ കോളറിന് പറഞ്ഞു കൊടുത്ത് എന്തുവാണെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യം ഇത് വാക്സിനേഷൻ എടുക്കണം. തീർച്ചയായിട്ടും ഇതാണ് ഇതിന്റെ ഒരു പോംവഴി, പ്രോട്ടോകോൾ. അതാണ് സാർ എൻ്റെ ഒരു ഷെഡ്യൂൾ, അത് തന്നെയാണ്. തീർച്ചയായിട്ടും എടുക്കണം. വന്നു കഴിഞ്ഞിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയാലും ഭേദമാകും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കുളമ്പ് രോഗം കൊണ്ട്
6 മാസത്തിന് മേളിലുള്ള പശുക്കൾ മരണപ്പെടത്തില്ല. 6 മാസത്തിൽ താഴെയുള്ളതിന് ഹൃദയത്തെ ബാധിക്കും. കാർഡിയാക് അറസ്റ്റ് വന്ന് 6 മാസത്തിൽ താഴെയുള്ള പശുക്കുട്ടികളെ മോരുകുട്ടികൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത. പക്ഷെ 6 മാസത്തിന്റെ മേളിലാണെങ്കിൽ രോഗം കൊണ്ട് മരണപ്പെടത്തില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ഈ കോവിഡിന്റെ സമയത്ത് കോമോർബിഡിറ്റി എന്ന് കേട്ട് അല്ലേ, ആൾക്കാരെല്ലാം അത് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. കോമോർബിഡിറ്റീസ് വരാം. അല്ല, ഇതിനോടൊപ്പം തന്നെ കുരലടപ്പൻ രോഗം വരാം. അങ്ങനെ വരുവാണ്. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ വേറെ ബാക്ടീരിയൽ അസുഖം ഇതിന്റെ കൂട്ടത്തിൽ വരും. കോമോർബിഡിറ്റി വരുമ്പോൾ അല്ലെ കുരലടപ്പൻ പോലത്തെ രോഗങ്ങൾ ഇതിനോടൊപ്പം, അതേപോലെ രക്തപരാധങ്ങളും വരുമ്പോൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മേഡം, ഒരു കോളറും കൂടെ ചേരുന്നുണ്ട്. ഹലോ. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്. ഗോപകുമാർജി, ഡോക്ടർ രാജേശ്വരി നമ്മോടൊപ്പം ഉണ്ട്. താങ്കൾ ചോദിച്ചോളൂ. മാഡം, നമ്മുടെ പറഞ്ഞോളൂ. ഈ മുന്തിയ ഇനം പശുക്കൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് വരാതിരിക്കത്തക്ക തരത്തിൽ നമുക്ക് എന്തെല്ലാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്താൽ സുരക്ഷിതത്വം കിട്ടും? ഞാൻ പറഞ്ഞു. ചോദ്യം. പിന്നെ മറ്റൊന്ന്, ഈ കിടാവിനെ എത്ര മാസം ആകുമ്പോൾ നമുക്ക് കുത്തിവയ്പ്പിക്കാൻ പറ്റും? രണ്ടും പറയാം. വാക്സിനേഷൻ പ്രോട്ടോകോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഗോകുമാറിന്റെ സംശയത്തിന് വിശദമായി പറഞ്ഞു തരാം. ഗോകുമാരെ സാധാരണഗതിയിൽ സരക്രമത്തിൽ ആദ്യം തൊട്ട് നമുക്ക് പറയാം. ഒരു 6 മാസമൊക്കെ ആവുമ്പോൾ കുത്തിവെച്ചാലേ ആവശ്യത്തിനുള്ള പ്രതിരോധ ശേഷി കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ 6 മാസം വരെ കന്നുകുട്ടികൾക്ക് എന്നുവെച്ചാൽ രോഗപ്രതിരോധം ആർജിക്കാനുള്ളൊരു ശേഷി ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ വ്യവസ്ഥ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടുണ്ടാവില്ല. 6 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കുത്തിവയ്പ്പോടും ഒരുമിച്ച് ചെയ്യത്തില്ല. കാരണം ഓരോ കുത്തിവയ്പ്പും ശരീരത്തിന് സമ്മർദ്ദം, സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ ചെയ്യേണ്ടത് കുളമ്പ് ദിനത്തിന് കുത്തിവെക്കണം. അത് 6 മാസം കഴിയുമ്പോഴാണ് സാർ ആദ്യത്തെ കുത്തിവയ്പ്പ്. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിലെ ആദ്യത്തെ കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ നമ്മൾ ബൂസ്റ്റ് ചെയ്യല്ലേ ഇമ്മ്യൂണിറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു 21 ദിവസം കഴിഞ്ഞ് ഒന്നോടെ ചെയ്യണം. കുളമ്പ് ദിനത്തിന് ചെയ്യണം. അടുത്തത് ചർമ്മമഴ രോഗത്തിന് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് കുളമ്പ് ദിനത്തിനും ചർമ്മമഴ രോഗത്തിനും കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്. അന്നേരം അതിനെ ഞാൻ വിടുകയാണ്. പിന്നെ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് ചെയ്യിക്കേണ്ട രോഗം ഒന്ന് കുരലടപ്പൻ അറിയാമല്ലോ. എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള പനി വരും, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ഇതൊക്കെ വരും. അന്നേരം ആ കുരലടപ്പിന് കുത്തിവയ്പ്പ് ഉറപ്പായിട്ടും എടുക്കണം. കാരണം കുരലടപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ ഈ പശുക്കളുടെയും കന്നുകുട്ടികളുടെയും ശ്വാസനാളത്തിൽ ഇതുണ്ട്. പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഇത് പുറത്തു വരും. എന്ന് വെച്ചാൽ അവസരവാദി എന്ന് പറയില്ലേ, ഓപ്പർച്യൂണിസ്റ്റിക് പത്തജൻ എന്ന് പറയും. അതിന് തീർച്ചയായും ഈ മഴക്കാലത്തിന് മുമ്പേ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ കുത്തിവയ്പ്പ് എടുത്തു എന്ന് പറഞ്ഞ് പിന്നീട് ചെയ്യാതിരിക്കരുത്. ഈ വാക്സിനൊക്കെ തന്നെ ഇപ്പൊ ഇന്ന് കുത്തിവയ്പ്പ് എടുത്താൽ ഒരു 6 മാസത്തേക്ക് പ്രതിരോധ ശേഷിയുള്ളൂ. പിന്നുള്ളത് ബ്ലാക്ക് ക്വാർട്ടർ എന്ന് കേട്ടിട്ടുണ്ട്. അത് പക്ഷേ ഈ കുളമ്പ് രോഗം പോലെയോ കുരലടപ്പിന്റെയും അത്രയും വ്യാപകമായിട്ട് കണ്ടുവരുന്നില്ല. ബ്ലാക്ക് ക്വാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിന്റെ ഈ പ്രത്യേകിച്ച് അത് നമ്മൾ സാധാരണ എല്ലാ ആരോഗ്യം കുറഞ്ഞതിനെയല്ലേ ബാധിക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ള 6 മാസം തൊട്ട് 2 വയസ്സ് വരെ പ്രായമുള്ളതിനെയാണ് ബാധിക്കുന്നത്. ശരീരത്ത് മൊത്തം നീര്, ശ്വാസതടസ്സം ഇതൊക്കെ വരും. അതിനെ ബ്ലാക്ക് ക്വാർട്ടർ എന്ന് പറയും. ഇതിന് കുത്തിവയ്പ്പ് എടുക്കണം. പിന്നെ ഈ നമ്മൾ ഇതിനകത്ത് പറയാത്ത ആടുകളുണ്ടെങ്കിൽ ആടിന് ടെറ്റനസിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം. അതേപോലെ തന്നെ അങ്ങനെ പരിപാടി ഇല്ലാത്ത കാരണം നമുക്ക് അതിന് ഇതിനകത്ത് ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യണ്ട. അന്നേരം ഈ രോഗങ്ങൾക്ക് എടുക്കണം തീർച്ചയായിട്ടും. ഓക്കെ, ആ ചോദ്യം നമ്മൾ വിട്ടുപോയി. ക്ടാരികളെ സാധാരണഗതിയിൽ നന്നായിട്ട് നമ്മൾ 3 മാസം വരെ പാല് കൊടുത്ത് വളർത്തുകയാണ് ക്ടാരി, അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ. ഇപ്പം നമുക്ക് പാല് വിറ്റാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാശ് കിട്ടും. പകരം നമ്മൾ മിൽക്ക് റീപ്ലേസർ കൊടുത്ത് വളർത്തുന്നവരുണ്ട്. അതിന് നല്ലതായിട്ട് പാല് കൊടുത്തും സമയബന്ധിതമായിട്ട് വിരമരുന്നും കൊടുത്ത് വളർത്തുന്ന ക്ടാരികൾ ഒരു 13 മാസം ആകുമ്പോഴത്തേക്കും മതിലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ അന്നേരം നമ്മൾ കുത്തിവെക്കരുത്. 1-2 മതി വിട്ടിട്ട് ഒരു 15 മാസം ആകുമ്പോഴേ നമ്മൾ കുത്തിവെക്കാവൂ. കാരണം എന്തെന്നാൽ ഇതിന്റെ ഗർഭാശയവും അതൊക്കെ നല്ലതായിട്ട് വികസിച്ചിട്ടും വളർച്ച എത്തിയിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ 18 മാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇല്ല 15 മാസം ആകുമ്പോൾ നമുക്ക് കുത്തിവെക്കാം. പശുവിന്റെ ജനുസ് ഏതാന്ന് നമുക്ക് അറിയാൻ സാധിക്കും. HF ഉണ്ട്. പൂർണ്ണ പ്രായം എത്തിക്കഴിയുമ്പോഴൊരു ജനുസിന് എത്രയും വലിപ്പം ഉണ്ടാവും? അതിന്റെ ഒരു 1/4 വലിപ്പം എത്തുമ്പോഴത്തേക്ക്, എന്ന് വെച്ചാൽ 60% ശരീരഭാരം എത്തുമ്പോൾ നമുക്കതിനെ കുത്തിവെക്കാം. അല്ലാതെ കുത്തിവെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ പറയാമെന്ന് വെച്ചാൽ എല്ലിന് ശേഷി കാണത്തില്ല. ചന പിടിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കുറവ് വന്നിട്ട് ക്ഷീരസന്നി വന്ന് പശുക്കുട്ടികൾ കിടക്കുന്നത് അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട്.
വീട് പോയിട്ടുള്ള സംഭവം എനിക്കറിയാം. ആ സംഭവം ഞാൻ കണ്ടായിട്ടുണ്ട്. 18 മാസം വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നന്നായിട്ട് തീറ്റ കൊടുത്ത് ഒരു 15 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് കുത്തിവെക്കാം. വളരെ നന്ദി ഗോപകുമാർജി. മാഡം ഈ വാക്സിനേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞ 6 മാസം ആവുമ്പം കുത്തിവെപ്പ് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ അകത്ത് FMD കുളമ്പ് രോഗം, മറ്റൊരു ബ്ലാക്ക് ക്വാട്ടർ, HS ഇതിനു വേണ്ടിയുള്ള മൃഗസംരക്ഷണ വകുപ്പ് തന്നെ തരുന്നുണ്ട്. എല്ലാ വാക്സിനും തരുന്നുണ്ട്. ഇത് എല്ലാ 6 മാസത്തിലും കുത്തിവെക്കണോ? കുളമ്പ് ദിനത്തിന് എല്ലാ 6 മാസം 6 തൊട്ട് 9 മാസം വരെ എടുക്കും. വീടാന്തരം വന്ന് കുത്തിവെക്കും. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് നമ്മുടെ ചർമ്മമഴ രോഗം എവിടെയെങ്കിലും ഔട്ട് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിന് കുത്തിവെക്കും. ഹെമറാജിക് സെപ്റ്റിസീമിയ അഥവാ കുരലടപ്പൻ, ബ്ലാക്ക് ക്വാട്ടർ അഥവാ കരിങ്കാൽ, ഇതിന് രണ്ടിനും നമ്മൾ ഡോക്ടറോട് പറഞ്ഞ് കുത്തിവെക്കും. മേഡം ഒരു കോളറും കൂടെ ചേരുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? ആലപ്പുഴ ജില്ലയിൽ നിന്നാ കാരിമൂടിന്നാ വിളിക്കുന്നേ. ആരാണ് സംസാരിക്കുന്നത്? നാണി എന്ന് പറയുന്ന ഒരു അമ്മയാ. പറഞ്ഞോളൂ. എന്റെ മോടെ ഒരു പശുവിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പശുവിനെ അവള് വാങ്ങിച്ചു. 6 മാസം ചനയുണ്ട് ഇപ്പം. പക്ഷെ അതിന് കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് എടുത്തില്ല സാറേ. അങ്ങനെ കുത്തിവെപ്പ് എടുത്തില്ല. ഇനി ഇപ്പം കുത്തിവെപ്പ് എടുക്കാൻ പറ്റുമോ? 6 മാസം ചനയായ ഒരു 8 മാസം കഴിഞ്ഞാൽ നമ്മൾ എടുക്കത്തില്ല. കാരണം ഈ പശുക്കൾക്ക് കൂടുതൽ ഈ സ്ട്രെസ്, സമ്മർദ്ദം കൊടുക്കണ്ടെന്ന് വെച്ചാൽ 8 മാസം മുമ്പ് വരെ എടുക്കും. പിന്നെ വാക്സിൻ ആശുപത്രിയിൽ ലഭ്യമാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ഈ കുളമ്പ് രോഗ പ്രതിരോധ യജ്ഞം വരുമ്പോഴത്തേക്കും മൊത്തമായിട്ട് വാക്സിൻ ജില്ലകളിൽ സംഭരിച്ച വാക്സിൻ മൃഗാശുപത്രിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വാക്സിൻ ജില്ലാ കേന്ദ്രങ്ങളിൽ കാണും. ഡോക്ടറോട് പറഞ്ഞാൽ എടുപ്പിക്കാം. ചാരുമൂട് പഞ്ചായത്തിലെ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറോട് പറയണം ഇങ്ങനെ എടുത്തിട്ട്. അതിന് എളുപ്പമാണ്. നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിലെ ഡോക്ടറുമായിട്ട് പറഞ്ഞിട്ട് ചെയ്താൽ ഡോക്ടർ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തരും. അല്ല, അങ്ങനെ വെറുതെ നമ്മള് കാൽഷ്യത്തിന് കുറവില്ല, അത് ആൾക്കാർ പൊതുവെ അതിപ്പം ചോദിച്ചത് നന്നായി. ആശുപത്രിയിൽ കാൽഷ്യമായിട്ട് വന്നിട്ട് ഇത് കൊടുക്കണമെന്ന് പറയും. അതിനകത്തൊരു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് കാൽഷ്യം കുറവ് ഉണ്ടാവണമെന്നില്ല. ഈ നമ്മൾ കൊടുക്കുന്ന കാൽഷ്യം ഒരു 450 മില്ലി കാൽഷ്യത്തിന്റെ ഒരു കുപ്പി കൊടുത്താൽ 100 മില്ലി ഒഴിച്ച് ബാക്കിയെല്ലാം മൂത്രത്തിൽ കൂടെ പുറത്തോട്ട് പോകത്തേ ഉള്ളൂ. ഒരുപാടൊന്നും ആവശ്യമില്ല, ശരീരം സംഭരിച്ചു വെക്കത്തില്ല. 2, ഇനി ഒരു കാര്യം കൂടെ സാറേ ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആൾക്കാരുടെ ഒരു പൊതുവെ ചെയ്തു വരുന്ന നമ്മുടെ കർഷകർ ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പശു ഇന്ന് പ്രസവിക്കുകയാണെങ്കിൽ തലേദിവസം വരെ കൂടിയ അളവിൽ കാൽഷ്യം കൊടുക്കും. അത് ഭയങ്കരമായി ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. കാരണം നമ്മൾ എത്ര കാൽഷ്യം കൊടുത്താലും പ്രസവം കഴിഞ്ഞ് ശരീരത്തിലെ ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ സഹായത്തോടു കൂടിയേ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ കൂടുതൽ കാൽഷ്യം കൊടുക്കുമ്പോൾ ഈ ഹോർമോൺ പ്രവർത്തിക്കത്തേയില്ല. അതുകൊണ്ട് പ്രസവത്തിന് ഏകദേശം 1 മാസം മുമ്പേ തന്നെ കൊടുക്കുന്ന കാൽഷ്യത്തിൻ്റെ അളവ് ഓൾ ഓഫ് എ സഡൻ അല്ലെ പെട്ടെന്ന് അങ്ങ് നിർത്തുകയല്ല, കുറേശ്ശെ ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഇപ്പൊ ഈ ചോദ്യത്തിൽ കൂടെ അതിനൊരു ആൻസർ പറയാൻ സാധിച്ചു. ഉണ്ട്. കാൽഷ്യപ്പൊടി ധാതുലവണ മിശ്രിതമാണ്. അത് തന്നെ നോക്കിയിട്ട് ഡോക്ടറോട് കുറിച്ച് വാങ്ങിച്ചിട്ട് കൊടുക്കണം. ചില ഇതിനകത്ത് ഉപ്പ് ഒരുപാടുണ്ടാവും. ഉപ്പ് നമുക്ക് നേരിട്ട് കൊടുക്കാമല്ലോ, അന്നേരം അത് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ പ്രസവത്തിന്റെ തലേദിവസം വരെ കൂടിയ അളവിൽ കൊടുക്കരുത്. ഓക്കെ, താങ്ക് യു. ഈ ഒരു ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ നമുക്ക് ഈ കുളമ്പ് രോഗത്തിന് ഈ വാക്സിനേഷൻ മൃഗാശുപത്രിയിൽ ഇല്ലെങ്കിൽ ഇത് പ്രൈവറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പ്രൈവറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്ത് വന്നാൽ വേറെ കമ്പനിയുടെ ഇന്റർവെറ്റ് എന്നൊക്കെ പറഞ്ഞ് ജർമ്മൻ കമ്പനികളുടെയൊക്കെ വാക്സിൻ ലഭ്യമാണ്. പക്ഷെ അത് പെട്ടെന്ന് നമ്മൾ ചെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. അവരോട് പറഞ്ഞ് ഓർഡർ ചെയ്ത് വരുത്തണം. ഇതൊരു 8 മാസം വരെ നമ്മുടെ പ്രഗ്നൻസിയുടെ മുന്നേ തന്നെ നമുക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ സാറേ ഒരു കാര്യം ഇതിനകത്ത് നാണ്യമയോട് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ മഞ്ഞുകാലം വരുന്നു. ഡിസംബർ ജനുവരി ആ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് കുളമ്പ് ദിനം വരാറുള്ളത്. പിന്നെ ഇതിനൊരു സൈക്ലിക്കൽ, ഒരു ചാക്രികമായൊരു സംഗതിയുണ്ട്. കാരണം ഒരു എല്ലാ 7 വർഷം കൂടുമ്പോഴത്തേക്കും വലിയൊരു ഔട്ട് ബ്രേക്ക് കണ്ടുവരാറുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് കുളമ്പ് രോഗത്തിന് സാധ്യത കൂടുതൽ. അന്നേരം എടുക്കുന്നതാണ് നല്ലത്. ഹലോ. നമസ്കാരം സാർ. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നൈസാം എന്നാണ്, സ്ഥലം കൊട്ടിയം. ചോദിച്ചോളൂ സാർ. നമ്മുടെ ഈ വളർത്തുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗങ്ങളും അതുകൂടാതെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട, നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ വളർത്തുമൃഗങ്ങളുടെ ഉടമകളായ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ എന്താണെന്ന് സംബന്ധിക്കുന്ന സമഗ്രമായി പറഞ്ഞുതരാമോ? ഉറപ്പായിട്ടും പറഞ്ഞുതരാം. വളർത്തുമൃഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പ്രധാനപ്പെട്ട ഒരുപാട് രോഗങ്ങളുണ്ട്. നമുക്കത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചെറിയ രോഗങ്ങളെ പറ്റി പറയാം. ഏറ്റവും കൂടുതലായിട്ട് വരാവുന്നത് എലിപ്പനി. എലിപ്പനിയുടെ പേര് വിവക്ഷിക്കുന്നത് എന്താ? എലിപ്പനി.
പക്ഷെ എലിക്ക് പനിയൊന്നും വരില്ല. ഈ രോഗാണുക്കളെ എലിയുടെ വൃക്കയിലിരുന്ന് പെറ്റുപെരുക. എലി രോഗവാഹകരാണ്. എലി മൂത്രം ഒഴിക്കുന്നിടത്തൊക്കെ ഈ രോഗാണുവിനെ പുറത്തു വിട്ടുകൊണ്ടേ ഇരിക്കും. എല്ലാവർക്കും എലികളിൽ നിന്നല്ല ഈ രോഗം വരുന്നത്. നമുക്ക് കൂടുതലും വളർത്തുമൃഗങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് കൂടുതൽ നായ്ക്കള്, പൂച്ചകളെ വലുതായിട്ട് എലിപ്പനി ബാധിക്കത്തില്ല. ഇനി ഈ വളർത്തുമൃഗങ്ങളുടെ മൂത്രം ഈ മലിനജലത്തിൽ കലർന്നിട്ട് ആ മലിനജലത്തിൽ കൂടെ നടന്നാലും, അതേപോലെ തന്നെ നമ്മൾ ഈ കാനയിലൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൂടെ നടന്നാല്, പിന്നുള്ളത് പൈനാപ്പിൾ തോട്ടം. അത് പ്രത്യേകിച്ച് പറയും. പൈനാപ്പിൾ തോട്ടത്തിലെന്ന് പറയുമ്പോൾ പൈനാപ്പിളിന്റെ ഈ ലീഫ് ബ്ലേഡിൽ ഇലയിലൊക്കെ മുള്ളുള്ളത് കാരണം പൈനാപ്പിൾ തോട്ടത്തിൽ ഗ്ലൗസ് ബൂട്ട്സ് ഒന്നും ഇടാൻ നടന്നാൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാവും. മാത്രമല്ല പൈനാപ്പിൾ തിന്നാൻ എലി വരുമ്പോൾ എലി അവിടെ മൂത്രം ഒഴിച്ചു വെക്കും. അന്നേരം ഇത് നമ്മുടെ മുറിവുകളിലൂടെയും കണ്ണിലെ ശ്ലേഷ്മസ്തരം, മൂക്ക്, വായ ഇതിൽ കൂടെ ഒക്കെ തുളച്ച്, ഇത് കോർ സ്ക്രൂ എന്ന് പറയും, നമ്മുടെ സ്ക്രൂ ഇല്ലേ അടിക്കുന്നത്, അതിന്റെ ഒരു ഷേപ്പാണ്. അന്നേരം ഇത് തുളച്ച് ഉള്ളിലോട്ട് കയറും, ലെപ്റ്റോസ്പൈറ അകത്തോട്ട് കയറും. അതേപോലെ ഈ രോഗം കിട്ടാൻ സാധ്യതയുള്ള തൊഴിലുറപ്പിന് പോകുന്നവര് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അഥവാ ഈ ബൂട്ട്സും ഗ്ലൗസും ഒന്നും പലരും ഇടത്തില്ല. ഗ്ലൗസ് ഒന്നും ഇടാത്ത കൈയും കാലും വെച്ച് ചെളിയിൽ ഇറങ്ങുമ്പോൾ ഈ രോഗം കിട്ടും. അന്നേരം നമ്മൾ എലിപ്പനിയെ പറ്റി പറഞ്ഞു. ഈ എലിപ്പനി കന്നുകാലികൾക്ക് വരാറുണ്ടോ? കന്നുകാലിയിൽ നിന്ന് കിട്ടാം. അതിലും കൂടുതൽ സാധ്യത നായ്ക്കളിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ആണ്. ഇനി അടുത്ത ഒരു രോഗം എന്ന് പറയുന്നത് ബ്രൂസലോസിസ് എന്ന് പറയും. ബ്രൂസലോസിസ് എന്ന് പറയുന്നത് ഒരു ജന്തുജന്യ രോഗമാണ്. ജന്തുജന്യ രോഗങ്ങൾ അറിയാലോ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലോട്ടും തിരിച്ചു മറിച്ചും കിട്ടുന്ന രോഗങ്ങളാണ് ജന്തുജന്യ രോഗങ്ങൾ. ബ്രൂസലോസിസ് എന്ന് വെച്ചാൽ കന്നുകാലികളിലെ 7ാം മാസത്തിന് ശേഷം ഗർഭവലസൽ അഥവാ അബോർഷൻ ഉണ്ടാക്കുന്ന രോഗമാണ്. ഈ അബോർഷന്റെ പ്ലാസന്റ മറുപിള്ള, സാധാരണഗതിയിൽ ബ്രൂസലോസിന്റെ പ്ലാസന്റ എടുക്കേണ്ടിയാ വരിക. പ്ലാസന്റ തനിയെ പുറത്തോട്ട് മറുപിള്ള പോകത്തില്ല. ഈ പ്ലാസന്റ കൈവച്ച് തൊട്ടാല്, ഗർഭാശയത്തിലെ സ്രവങ്ങൾ തൊട്ടാല്, മൂത്രം തൊട്ടാല്, ഈ സ്രവങ്ങൾ ചേർന്ന് മലിനമായിട്ടുള്ള ജലത്തിൽ നമുക്ക് സമ്പർക്കം വന്നാല്, നമ്മുടെ മൂക്കിൽ കൂടെ ഈ മൂത്രമൊക്കെ തെറിച്ചാല് ഒക്കെ നമുക്ക് ബ്രൂസലോസിസ് വരും. സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. മനുഷ്യർക്ക് മാസങ്ങളോളം പനി വരും. പനി വരിക, കുറയുക, പനി വരിക, അണ്ടുലൻ ഫീവർ എന്ന് പറയും, കയറി ഇറങ്ങിയിരിക്കുന്ന തരം പനി. പിന്നെ നട്ടെല്ലിന് വേദന, ഡിസ്കോസ്പോണ്ടിലൈറ്റിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. നട്ടെല്ലിന് വേദന, മുട്ടിന് വേദന, സന്ധികൾക്ക് വേദന, ഇങ്ങനെ ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. ബ്രൂസലോസിന് നമ്മൾ സാധാരണഗതിയിൽ പ്രായപൂർത്തിയായ പശുക്കൾക്ക് വാക്സിൻ എടുക്കത്തില്ല. ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ 6 തൊട്ട് 8 മാസം പ്രായമുള്ള പശുക്കുട്ടികൾക്ക് മാത്രമേ ഇതിന് വാക്സിൻ എടുക്കത്തുള്ളൂ. ആ വാക്സിനും ഇപ്പം എല്ലായിടത്തും വ്യാപകമായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വാക്സിൻ എടുക്കണം. കാരണം മുതിർന്ന കന്നുകാലികൾക്ക് ഈ വാക്സിൻ എടുക്കാറില്ല. ജീവനുള്ള അണുക്കളുള്ള വാക്സിൻ ആയത് കാരണം മുതിർന്ന കന്നുകാലികളിൽ ഇത് എടുക്കത്തില്ല. കാരണം ഇത് പാലിൽ കൂടെയും ഒക്കെ ഈ സൂക്ഷ്മാണുക്കള് നമ്മൾ വാക്സിൻ ചെയ്ത അണുക്കൾ പുറത്തു വരുന്നത് കൊണ്ട് മുതിർന്നതിന് എടുക്കത്തില്ല. അപ്പം എന്തായാലും നമ്മുടെ അബോർഷനൊക്കെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി, കാരണം മുൻകരുതലുകൾ കൃത്യമായും നമ്മൾ പരിപാലിക്കേണ്ടുള്ളത് എങ്ങനെയാണ് എന്നതുകൂടി വ്യക്തമായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. പശുക്കള്, പിന്നെ അതുകൂടെ രണ്ടാമത്തെ തന്നെ ആടുകള്, പിന്നെ കോഴി, ഇത് 3 ആണല്ലോ സാധാരണ എല്ലാ വീടുകളിലും ഉള്ളത്. അതിനെ പരിപാലിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് തൊഴുത്തും പരിസരം ശുചിയായിട്ട് വെക്കണം. 1. 2, വളം പലയിടത്തും ഈ വെള്ളത്തിന്റെ കൊടുത്തി കഴുകി ഒഴുകി പോകുന്ന കാണാറുണ്ട്. തൊഴുത്തുണ്ടെങ്കിൽ അതിനൊരു വളക്കുഴി വേറെ ആയിട്ട് വേണം. വളക്കുഴി ഏകദേശം ഒരു 30 അടിയെങ്കിലും ദൂരെ ആയിരിക്കണം. പിന്നെ തൊഴുത്ത് നന്നായിട്ട് നമ്മൾ ബ്ലീച്ചിങ് ലൈനി, തൊഴുത്ത് കഴുകേണ്ട ലൈനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിട്ട് ഇടണം. തൊഴുത്ത് ഉണങ്ങിയിടണം. ഓക്കെ, അത് തൊഴുത്തിന്റെ കാര്യം. പിന്നെ ആവശ്യത്തിന് തറയ്ക്ക് ചരിവ് വേണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പശുക്കളെ കറക്കുന്നതിന് മുന്നേയും കറവയ്ക്ക് ശേഷവും കൈ നല്ലപോലെ കഴുകണം. നമ്മളത് കോവിഡ് വന്നതോടുകൂടിയാണ് കൈ കഴുകലിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും മനസ്സിലായത്. പിന്നെ ആൾക്കാർ ചെയ്യാത്തവരും കാല് കഴുകൽ കുറവാണ്. കൈയേക്കാളിലും ഉപരി വെറ്റിനറി സയൻസ് പറയുന്നത് കാൽപാദത്തിനകത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മാണുക്കൾ തന്നെ 2 തരമുണ്ട്. അതിനകത്ത് രോഗാണുക്കൾ ഇരിക്കുന്നത്. കൈയും കാലും വൃത്തിയായിട്ട് കഴുകുക. പിന്നെ പശുവിന് ഗർഭവലസല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ യാതൊരു കാരണവശാലും വെറും കൈ വെച്ച് പോയി അത് എടുക്കരുത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കട്ടിയുള്ള ഗ്ലൗസ് ഇടുക. അതേപോലെ തന്നെ ഇടാൻ ഒരിക്കലും മടിക്കേണ്ട, ഷെഡിൽ കയറുവാണെങ്കിൽ നിങ്ങളൊരു ബൂട്ട്സ്, നമ്മളറിയാലോ ഗം ബൂട്ട്സ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ബൂട്ട്സ് ഇടുന്നതാണ് എപ്പോഴെന്ന് വെച്ചാൽ ഒന്നാമത് പശു നമ്മളെ തൊഴിക്കോ കാലിൽ ചവിട്ടുകയോ അല്ലേ, അങ്ങനത്തെ എന്നുള്ള സുരക്ഷ കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. കഴിവതും ഞാൻ കണ്ടിട്ടുണ്ട് പല ഫാമുകളിലും ഈ തൊഴുത്തിൽ ഒക്കെ പശുക്കളെ പരിപാലിക്കുന്നവർ നമ്മുടെ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് കുളിക്കുക. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മുടെ എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ് രോഗം വരാതിരിക്കാൻ. അപ്പോൾ മേഡം ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ശ്രോതാവും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ സാറേ, ഞാൻ കൊല്ലം ജില്ലയുടെ വടക്കേറ്റം. പറഞ്ഞോളൂ സാർ.
സാറേ, ഒരു പശു പ്രസവിച്ചിട്ട് 6-7 മാസമായി. അത് 3-ാം മാസത്തെ ഇളയി അന്ന് തൊട്ട് കുത്തിവെക്കുക, ഒരു കാരണവശാലും ചന പിടിക്കുന്നത്. 3-ാം മാസം തൊട്ട് കുത്തിവെക്കുകയാണ്. ഇപ്പൊ ഒരു 4-5-6 പ്രാവശ്യം കുത്തിവെച്ചു അല്ലേ? ഓക്കെ. അല്ല അത് കൂടുതൽ 21 ദിവസം കൂടുമ്പോ കുത്തിവെക്കുകയാണ് അല്ലേ? ഡോക്ടറാണോ കുത്തിവെച്ചത്? സർജനാ കുത്തിവെച്ച് ഞാൻ ബ്ലോക്കിൽ നിന്ന് ഒരു വിളിച്ച് കുത്തിവെപ്പിച്ചത്. അന്നേരം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു കണക്കനുസരിച്ച് 2.5 കുത്തിവെപ്പിൽ ചെന പിടിക്കണം എന്നാണ്. ശരിയായ സമയത്ത് നല്ല ബീജം ഉപയോഗിച്ച് കുത്തിവെച്ചാൽ 2.5 കുത്തിവെപ്പിൽ ചെന പിടിക്കണം. 2.5 കുത്തിവെപ്പ് എന്ന് പറയുന്നത് ആവറേജ്, ശരാശരി പറയുന്നത് കൊണ്ട് 1/2 കുത്തിവെപ്പ് ഇല്ല കേട്ടോ. അന്നേരം ഈ 3 കുത്തിവെപ്പിൽ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ ചെയ്യുന്നതാണ് ഉചിതം. ഒരു 1-2 കാര്യങ്ങളോട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കാം, പക്ഷെ നമുക്ക് ഫോണിൽ കൂടെ അതിന്റെ ഒരു രോഗനിർണയം നടക്കത്തില്ല. മതി ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ടോ? 10-15 ദിവസം നിൽക്കും. അന്നേരം അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാന കാരണം. മതി ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്നുണ്ട്. അന്നേരം അതിനുള്ള മരുന്നുണ്ട്. ഡോക്ടറെ കൊണ്ട് ഗർഭാശയവും അണ്ടാശയവും ഒന്ന് ഡോക്ടറെ കൊണ്ട് വിശദമായി പരിശോധിപ്പിച്ചിട്ട് അണ്ടാശയത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉള്ളത് കൊണ്ടാവാം മതി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അതിനെ നമ്മൾ പറയും ദീർഘമതി എന്ന് പറയും. എന്നുവെച്ചാൽ ശരിയായിട്ടുള്ള അണ്ടവിസർജനം നടക്കുന്നുണ്ടാവില്ല. അതിനുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. സിസ്റ്റ് ഉണ്ടാവും അണ്ടാശയത്തിൽ. അത് മതി നീണ്ടു നിൽക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നുവെച്ചാൽ അത് 24 മണിക്കൂറിനുള്ളിൽ മതി തീരേണ്ടതാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വന്ധ്യതയ്ക്ക് വല്ലതും ചാൻസസ് ഉണ്ടോ, അതിന്റെ കാരണം വന്ധ്യതയാണ്. 3 തവണ കുത്തിവെച്ചിട്ട് അത് മതി നീണ്ടു നിൽക്കുന്നു, ദീർഘമതിയാണ്. ആ ദീർഘമതിയുടെ കാരണം കണ്ടുപിടിക്കുക. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും കുറച്ച് നീണ്ടു നിൽക്കുക. പക്ഷേ ഈ 10-15 ദിവസം മതി നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് കൂടുതലും അണ്ടാശയത്തിലെ സിസ്റ്റുകൾ ഡോക്ടറെ കൊണ്ട് കാരണം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഉചിതമായിട്ട് നല്ല ഹോർമോൺ ചികിത്സകൾ പണ്ടത്തെക്കാളും ലഭ്യമാണ്. അത് ചെയ്താൽ ശരിയാവും കേട്ടോ. മേഡം, നമ്മൾ ഈ ജന്തുജന്യ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിൽ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. നമ്മുടെ ഈ പാലിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ വല്ലതും ഉണ്ടോ? നമുക്ക് കുറച്ച് പ്രിക്കോഷൻ എടുക്കണ്ടേ? ഒരുപാട് രോഗങ്ങളുണ്ട് സാറേ. എന്നുവെച്ചാൽ മിക്ക രോഗാണുക്കളും പാലിൽ കൂടെ പുറത്തു വരും. ഒന്ന് മാസ്റ്റൈറ്റിസിന്റെ രോഗാണുക്കൾ പാലിൽ കൂടെ പുറത്തു വരും. അകടുവീക്കത്തിന്റെ TB അണുക്കള് പാലിൽ കൂടെ പുറത്തു വരും. ബ്രൂസല്ലയുടെ അണുക്കള് പാല് വഴി പുറത്തു വരും. പക്ഷെ മിക്ക രോഗാണുക്കളും പാല് നമ്മൾ തിളപ്പിക്കുമ്പോഴത്തേക്കും നശിച്ചു പോകും. നമ്മൾ പശുവിൻ്റെ കറക്കുന്ന ഫ്രഷ് മിൽക്ക് നമ്മൾ തിളപ്പിച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. 100 ഡിഗ്രി കൂടുതൽ വേണം പാല് തിളയ്ക്കാൻ. അന്നേരം മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. പച്ചപ്പാല് പൊതുവേ നമ്മൾ കുടിക്കില്ല, പക്ഷേ പശുക്കുട്ടികൾ കുടിക്കും. അമ്മയ്ക്ക് അസുഖമുണ്ട്, പശുക്കുട്ടികൾക്ക് TB ആയാലും ബ്രൂസല്ല ആയാലും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തിളപ്പിച്ചാലും കൂടുതലും പാസ്ചറൈസ് ചെയ്താലും നശിക്കാത്ത ഒരു രോഗം എന്ന് വെച്ചാൽ ക്യൂ ഫീവർ എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത്രയും കാണാറില്ല. ആ മേഖലയിൽ നമ്മൾ ഇച്ചിരി സുരക്ഷിതം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, കന്നുകുട്ടികൾക്ക് വയറിളക്കം, അമ്മയുടെ അകിടിനകത്ത് ശുചിയല്ലേലും അതേപോലെ അകിടിവീക്കം അങ്ങനത്തെ രോഗങ്ങളുണ്ടെങ്കിലും അകിട് വഴി ചെറിയ പശുക്കുട്ടികൾ ചെറുപ്രായത്തിലുള്ളതിന് ഈ പാല് പോലെ കർഷകർ വന്ന് പറയും പശുക്കുട്ടി പാല് കുടിച്ചതാണെന്ന് തോന്നുന്നു, പാൽ അങ്ങനെ വയറ്റിൽ കൂടെ പോകുന്നു എന്ന് പറയും. അത് ശരിക്കും പാലല്ല, കൂടുതലും എന്താ വെച്ചാൽ ശ്ലേഷ്മം, മ്യൂക്കസ് കലർന്ന മലം പോകുന്നതാണ്. മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. നമസ്കാരം. നമസ്കാരം. പറഞ്ഞു. നമ്മുടെ ഒരു കടിച്ചൊരു ചർമ്മം വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞ് ആ സമയം വന്നതാണ്. ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞെല്ലാം മാറി, പൊട്ടൽ തുടങ്ങി. പക്ഷെ ആ മുഴ വന്ന സ്ഥലം ഇപ്പൊ അതുമാതിരി തന്നെ ഉള്ളത്, കൊടുക്കു മാതിരി മേഘം മുഴുവനും മാറിയില്ല. അത് ചർമ്മമഴ വന്നു കഴിഞ്ഞാൽ ചർമ്മമഴയോടൊപ്പം തന്നെ ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണല്ലോ. ചർമ്മമഴയോടൊപ്പം തന്നെ പാർശ്വഫലമായിട്ട് ഈ ബാക്ടീരിയയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയൊരു അൾസറായിട്ട് തൊലി കട്ട പിടിച്ചിട്ട് ലേസ്കാർ എന്ന് പറയും, അങ്ങനെ ഒരു ഉണ്ടാവും. ആ ഭാഗത്ത് രോമം വരുന്നില്ല ഇപ്പൊ അല്ലേ? രോമമുണ്ടല്ലോ ഇങ്ങനെ പൊന്തി അത് ഒരു കുറച്ചു നാള് പിടിക്കും അത് മാറാനായിട്ട് കേട്ടോ. പൊറ്റയായിട്ട് ഇങ്ങനെ പൊന്തി ആ ഭാഗം മാത്രം അല്ലേ? ആ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അങ്ങനെ പൊന്തിപ്പെട്ട മാതിരി തന്നെ ഉള്ളത്, ഒരു ഭാഗത്ത് മാത്രല്ല. ഇപ്പം വന്ന് മാറിയിട്ട് എത്ര നാളായി? ഇപ്പൊ വന്ന് ഏകദേശം 1.5 വർഷമായി. അതെന്നിട്ട് ചെന പിടിച്ച് പ്രസവിച്ച് അത് ഇച്ചിരി മാറാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അതിനൊരു അങ്ങനെ തന്നെ വരുന്നതിനൊരു എസ്കാർ എന്ന് പറയും, ഒരു സ്കാർ വരുന്ന നമ്മൾ ആഴത്തിൽ ഇത് പറയത്തില്ലേ തഴമ്പ് വരിക എന്ന്, അതുപോലെ തഴമ്പ് വന്ന് ആ ഭാഗത്തെ രോമം പൊങ്ങി നിൽക്കുന്നതാണ്. പാലുൽപാദനത്തിൽ കുറവുണ്ടോ? ഇല്ല, ഇപ്പൊ അതിനുശേഷം പ്രസവിച്ചത് കൃഷിയായ സമയം വന്നതാണ്. ഒരു 6 മാസമായി. അതിനകത്ത് നമ്മളൊരു ആശ്വസിക്കേണ്ടതെന്ന് വെച്ചാൽ ചില പശുക്കൾക്ക് ചർമ്മമഴ രോഗം വന്നിട്ട് ഇതിന് പലതരം വേറെ ബാക്ടീരിയൽ രോഗങ്ങളോടെ വന്ന് മരണപ്പെട്ടൊക്കെ പോകാറുണ്ട്.
ഇതിനിപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ ശരീരത്തെ ഈ സ്കാർ എന്ന് വെച്ചാൽ ആഴത്തിലെ നമ്മൾ പറയും രോമത്തിന് ഹെയർ ഫോളിക്കിൾ എന്ന് പറയും, അതിനെയൊക്കെ ബാധിച്ചത് കാരണമാണ് ഈ സ്കാർ ഇങ്ങനെ നിൽക്കുന്നത്. അത് കുറേ നാൾ പിടിക്കും അത് മാറാൻ. അത് പൂർണ്ണമായിട്ട് മാറാൻ ഒത്തിരി സമയമെടുക്കും, ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഈ മഴക്കാലത്ത് നമ്മൾ കന്നുകാലികളിൽ വരുന്ന രോഗത്തിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു കന്നുകുട്ടികൾ അവർ സ്പെഷ്യലി വൾനറബിൾ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കുറവാണ്. അപ്പം കന്നുകുട്ടി പരിപാലനത്തിന് ഇതൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അന്നേരം കന്നുകുട്ടി പരിപാലനത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത്, കന്നുകുട്ടികൾക്ക് ശരിയായ സമയത്ത് സാറേ വിരമരുന്ന് കൊടുക്കുക. പലരും പാല് കൊടുക്കുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ പാല് കൊടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ പാലിന് കൂടുതൽ പൈസ കിട്ടും, കുപ്പിപ്പാലിന് അത്ര പൈസ വേണ്ട. അത് കൊടുക്കുക. ശരിയായിട്ട് പോഷക സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കൊടുക്കുക. ഒരു 16-18 ദിവസമാകുമ്പോൾ ആദ്യത്തെ ഡോസ് വിരമരുന്ന് കൊടുക്കണം. കാരണം അമ്മയുടെ ശരീരത്ത് കയറിയ വിരകൾ മറുപിള്ള വഴി കുഞ്ഞിൻ്റെ ഉള്ളിലെത്തും. ഒരു 16 ദിവസമാകുമ്പോഴത്തേക്ക് ആ വിര പൂർണ്ണ വളർച്ച എത്തി ഇതിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും. 16-18 ദിവസമാകുമ്പോൾ വിരമരുന്ന് കൊടുക്കുക. പിന്നീട് നേരത്തെയുള്ള വിരമരുന്നിൻ്റെ ഷെഡ്യൂൾ പ്രകാരം, ഒരു വിരയിളക്കൽ ക്രമപ്രകാരം മാസം തോറും കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആദ്യത്തെ 1-2 ഡോസ് വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാണകം പരിശോധിച്ച് വിരയുണ്ടെങ്കിൽ മാത്രമേ വിരമരുന്ന് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ സ്റ്റോറിൽ പോയി വിരയ്ക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. പക്ഷേ ഈ വിരമരുന്നുകൾ കൊണ്ട് ഉരുണ്ട വിര മാത്രമേ പോകത്തുള്ളൂ. ചിലപ്പം വയറിളക്കോ അസുഖമോ പരന്ന വരയാകാം, പണ്ടപ്പുഴു ആകാം, അല്ലേ? ഇങ്ങനെ പത്രവിര എന്ന് പറയും. വേറെ എന്ന് വെച്ചാൽ ഒരു 4-5 തരം വിരകളുണ്ട്. പിന്നെ കോക്സിഡിയ പോലത്തെ പ്രോട്ടോസോവ ഉണ്ടാവും. അതിന് ചാണകം പരിശോധിച്ചാൽ കൃത്യമായിട്ട് ഏതാണെന്നറിയാം. നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ കൃത്യമായിട്ടുള്ള രോഗത്തിനുള്ള മരുന്ന് കൊടുക്കാം. ഓക്കെ മേഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഞാൻ താഞ്ഞോളെന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ശൈലജ. പറഞ്ഞോളൂ മേഡം. ഞാൻ ഒരു കൊച്ചു കന്നുകുട്ടിയെ വാങ്ങിച്ച് വളർത്തി 8 മാസമായി ഗർഭിണി. ഓക്കെ. 6 മാസമായപ്പോഴും അതിന്റെ മടിയിലൊക്കെ ഒരു ഉണ്ണി പോലെയൊക്കെ വന്നു. ഉണ്ണിയാണോ അരിമ്പാറയാണോ? അരിമ്പാറ വെള്ള അതിന്റെ ശരീരത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെള്ള കുഴം മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിച്ചിട്ട് അത് കുറവുണ്ട്. ഉണ്ണിന്ന് ഉദ്ദേശിച്ചത് മൂട്ട പോലത്തെ പരാതമാണോ ഉദ്ദേശിച്ചത്, അതോ അരിമ്പാറയാണോ? മടിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അകിട്ടില്ല. ഇത് വെള്ള പുളിയങ്കുരി പോലെയാണ് വന്നിട്ടുള്ളത്. ഓ, ചെറിയ തൊലിയോട് ചേർന്ന് അല്ലേ? തൊലിയോട് ചേർന്ന് മടി മൊത്തം ഉണ്ടായിരുന്നു. കുഴപ്പം വാങ്ങിച്ചിടാൻ പറഞ്ഞ് അതിട്ട് അപ്പൊ അത് അപ്പൊ ഞങ്ങൾ വേറെ ആഹാരം മരുന്നും കൊടുക്കുന്നില്ല, തവിട് ഒന്നുമില്ല, ഈ തീറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് മാത്രം ഇച്ചിരി വയറുണ്ട്, അല്ലാതെ അതിന് വയറൊന്നുമില്ല. ചന നോക്കി ഉറപ്പാക്കിയതാണോ? ജനങ്ങൾക്ക് ഉറപ്പാക്കി. പിന്നെ അത് വിളിയൊന്നുമില്ല, വലിയ വയറില്ല. ആഹാരം വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ ശകലം വയറുണ്ട്. പിന്നെ വെളിയിലൊക്കെ കൊണ്ട് കെട്ടുമ്പോഴും നല്ലത് ഓടുകയും ചെയ്യും, മണ്ണെല്ലാം കാട്ടി തിന്നും. ഒരുപാട് മണ്ണ് തിന്നുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലത്തിന്റെ കുറവ് കൊണ്ടാണ്. പൈക്കാന്ന് നമ്മൾ പറയും. അതിന് നമ്മൾ ധാതുലവണ മിശ്രിതം വാങ്ങിച്ചു കൊടുത്താൽ മതി. അന്നേരം വയറധികം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം ചിലതിനധികം വയറ് കാണാറില്ല. കുട്ടി മുഴയ്ക്കുന്നതൊക്കെ കാണാറുണ്ടോ? ഫ്ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടത് ഭാഗത്തൊക്കെ അനങ്ങുന്നുണ്ട്. ഇടത് ഭാഗത്ത് അനങ്ങുന്നത് ചിലപ്പോൾ വയറിന്റെ ചലനമാകാം കേട്ടോ. ഇടതു ഭാഗമല്ല, വലതു ഭാഗത്ത് കുട്ടി അനങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഇടതു ഭാഗത്തൊക്കെ ചെറുതായിട്ട് അനങ്ങും. അന്നേരം നമുക്ക് ഈ സംശയം വെച്ചോണ്ടിരിക്കുന്നതിനേക്കാളും ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കുക. ചിലപ്പോൾ അനക്കം ഇല്ലെങ്കിൽ കുട്ടി മമ്മിഫിക്കേഷൻ എന്നൊക്കെ പറയും. കുട്ടി മമ്മി പോലെ ഒരു കുഴപ്പമില്ലാതെ ചിലപ്പോൾ 15-20 മാസം വരെയൊക്കെ അങ്ങനെ കിടക്കും. അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അന്നേരം നമുക്ക് ഒരു ഉറപ്പ് വേണമല്ലോ, കുട്ടി ജീവനുണ്ടോ, കുഴപ്പമൊന്നുമില്ലേ, നേരെ രീതിയിലാണോ, കുട്ടി 8 മാസമായല്ലോ, കുട്ടിയുടെ തല ഫ്രണ്ടിലോട്ടായിട്ടുള്ള ശരിയായിട്ടുള്ള പൊസിഷനിലാണോ കിടക്കുന്നത്, ഒരു ഡോക്ടറെ വിളിച്ച് ഒന്ന് നോക്കിക്കണം കേട്ടോ ശൈലജ. അപ്പൊ പിന്നെ വേറെ ഈ പുണ്ണാക്കം വെള്ളമൊക്കെ നല്ലതായിട്ട് കുടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ശൈലജ, 8 മാസം ആയെങ്കിൽ ഡോക്ടറെ കാണുമ്പോഴത്തേക്കും ഒന്ന് വിരയ്ക്ക് മരുന്നോടൊന്ന് കൊടുത്തോളൂ കേട്ടോ. ഈ ചനസമയത്ത് വിരമരുന്ന് കൊടുത്താൽ പറഞ്ഞ ഡോക്ടറോട് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചു കൊടുക്കരുത്. ചനസമയത്ത് എല്ലാ വിരമരുന്നുകളും സേഫ് അല്ല കേട്ടോ. അങ്ങനെ ചനസമയത്ത് കൊടുക്കാൻ പറ്റുന്ന വിരമരുന്ന് കൊടുക്കുക. പിന്നെ ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ച് കുട്ടിക്ക് ജീവനുണ്ട്, അനക്കമുണ്ട്, വളർച്ചയുണ്ട്, ഇതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാര്യം ഒപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഉറപ്പുവരുത്തുക കുട്ടി ജീവനോടുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലര് ചന നോക്കും, ചനയുണ്ടെന്ന് പറയും, പിന്നെ 9 മാസമാതെ 10 മാസം, ചിലപ്പോൾ 12-13 മാസം ആകുമ്പോൾ ഇത് പ്രസവിച്ചില്ല എന്ന് ചെന്ന് നോക്കുമ്പോഴാണ്
2 കേസുകളുണ്ട് കേട്ടോ. മമ്മിഫിക്കേഷൻ എന്ന് പറയും, അതങ്ങനെ കുഞ്ഞ് തന്നെ മമ്മിയായിട്ട് തന്നെ എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഇല്ല, ഇൻഫെക്ഷൻ സ്റ്റെറൈലായിട്ട് അങ്ങനെ കിടക്കും, പ്രസവിക്കത്തില്ല. പിന്നെ ഒരു കേസിലെന്ന് പറയുന്നത് അഴുകി കിടക്കും. അത് പിന്നെ പശുവിനും അപകടമാണ്. പശുവിന് ചിലപ്പോൾ അപകടമില്ലാതെ പശു അങ്ങനെ നിൽക്കും, പക്ഷേ ആ പശുവിനെ പിന്നെ പ്രജനനത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മമ്മിഫിക്കേഷനാണ് പ്രജനനത്തിന് ഉപയോഗിക്കാം. അപ്പം മേഡം, നമ്മൾ ഈ കന്ന് കുട്ടികളെ കുറിച്ച് മേഡം പറഞ്ഞായിരുന്നു, വയറ്റിളക്കം ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ വരാറുണ്ട്. അത് പാലിൽ നിന്ന് വരുന്ന ഒരു അസുഖമാണല്ലേ? പാലിൽ നിന്നും വരാം, പരിസരത്തിനും വരാം. അപ്പൊ ഈ കാര്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മുടെ ഈ മഴക്കാലത്ത് കൗഷെഡും പരിസരവും ഒക്കെ കർഷകർ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? ബ്ലീച്ചിട്ട് കഴുകുക, പ്രത്യേകിച്ചും തൊഴുത്ത് ഉണങ്ങിക്കിടക്കണം. അതെ, അകിടുവീക്കത്തിനായാലും വയറിളക്കത്തിനായാലും ഏത് രോഗത്തിനായാലും അത് നമ്മൾ 3 കാര്യങ്ങൾ. പരിസരം ഉണങ്ങിയിരിക്കണം. 5 കൂടുതലോ 10 പശുക്കളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കറണ്ടിന് സബ്സിഡിയൊക്കെ കിട്ടും. മിക്ക കർഷകരും തൊഴുത്തിൽ ഫാൻ ഇടും. കാരണം നമ്മുടെ ഇവിടെ എപ്പോഴും മഴ പെയ്യുമല്ലോ. ഒരു ഫാൻ ഇട്ടാൽ കഴുകി കഴിഞ്ഞാൽ തൊഴുത്ത് ഉണങ്ങിക്കിടക്കും. മഴക്കാലത്ത് എപ്പോഴും പശുവിൻ്റെ ശരീരം മൊത്തം കുളിപ്പിക്കണ്ട, പിൻകാലും അകിടും മാത്രം കഴുകി നിർത്തിയാൽ മതി. നമ്മുടെ ഓർഗനൈസ്ഡ് ഫാമുകളിലൊന്നും പലപ്പോഴും പശുക്കളെ കുളിപ്പിക്കാറില്ല. ഹൈടെക് ഫാമുകളിലൊക്കെ എന്ന് വെച്ചാൽ ബ്രഷ് ഇട്ടിട്ട് പശുക്കൾ തന്നെ പോയി നിന്ന് ക്ലീൻ ചെയ്യുകയാണ്. അന്നേരം തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിരിക്കണം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മേഡം, നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിരിക്കുന്നു. അപ്പം പോകുന്നതിൻ്റെ മുന്നേ മഴക്കാലത്തെ ഒത്തിരി അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച്, പക്ഷേ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കർഷകർ എന്തൊക്കെ ചെയ്യണം? സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുമ്പേ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ശരിയായിട്ട് വെക്കണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും തറയിലെ ഈ പശുക്കളുടെ കുളമ്പിട്ട് അടിക്കുമ്പോഴത്തേക്കും കുണ്ടും കുഴിയും കാണും. മഴക്കാലത്തിന് മുമ്പേ ഞാൻ അറിയാവുന്ന കർഷകരോട് പറയാം, അതെല്ലാം ഒന്ന് കോൺക്രീറ്റ് ഇട്ടിട്ട്. ആ കോൺക്രീറ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചിലർ സിമന്റ് ചാന്തങ്ങ് വളരെ സ്മൂത്തായിട്ടിടും, പശുക്കൾ തെന്നിപ്പോകും. അന്നേരം ചെറിയ രീതി പരപരപ്പുള്ള തെന്നാത്ത തരം തറയിടണം. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തൊഴുതിന് ആൻറ്റി സ്ലിപ്പറി മാറ്റിടുക. പിന്നെ തീറ്റ ഈർപ്പം വെള്ളമൊന്നും അടിക്കാതെ സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുമ്പോൾ തീറ്റയൊന്ന് ഉണക്കുക. നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം മഴക്കാലത്ത് അല്ലാത്തപ്പോൾ വേണ്ട, കുറച്ച് വൈക്കോലൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, വയറിളക്കം വരും. വയറിളകി ഈ വെള്ളവും മലിനജലവും എല്ലാം കൂടെ കിടന്ന് വീണ്ടും അകിടുവീക്കം പോലത്തെ രോഗം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂട് വൃത്തിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അണുവിമുക്തമാക്കുക. പിന്നെ കൊടുക്കുന്ന വെള്ളം ശുദ്ധജലമേ കൊടുക്കാവൂ. പിന്നെ തീറ്റ നല്ല ഗുണമുള്ളത് കൊടുക്കണം, തീറ്റ കൊടുക്കുക. ചിലപ്പം ഈ പശുക്കളെ മേയാൻ നമുക്ക് വിടാനൊന്നും സാധിക്കാത്ത കാരണം ഈ മഴയും വെള്ളക്കെട്ടൊക്കെ കുട്ടനാട് പോലത്തെ ഏരിയയിലൊക്കെ വെള്ളം കയറുന്ന കാരണം മേയാൻ വിടാൻ സാധിക്കത്തില്ല. അന്നേരം തീർച്ചയായും അവർക്ക് ഈ ധാതുലവണത്തിന്റെ കുറവ് വരും, ഡെഫിഷ്യൻസി, അപര്യാപ്തത മൂലമുള്ള രോഗങ്ങൾ വരുമ്പം ഇപ്പം ഈ TMR ബ്ലോക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. യൂറിയ മൊളാസസ് ശർക്കര മിനറൽ മിക്സ്ചർ അത് ചേർന്നിട്ടുള്ള ബ്ലോക്ക് കട്ടകൾ കിട്ടും. അതൊന്ന് നാക്കാനായിട്ട് കൊടുക്കുക. ശുചിയായിട്ട് കറക്കുക. ആന്തരിക പരാതങ്ങളെയും ബാഹ്യപരാതങ്ങളെയും നിയന്ത്രിക്കുക. വാക്സിനേഷൻ കൃത്യസമയത്ത് ചെയ്യുക. വളക്കുഴിയിലും പരിസരത്തൊക്കെ എന്ത് വേണം, നമ്മൾ കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈച്ചകളെ തടയുക. പിന്നെ ശരിയായിട്ടുള്ള ആഹാരം കൊടുക്കുക. പിന്നെ മുറിവുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണമെങ്കിലും അവസാനമായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്യുക, സ്വയം ചികിത്സ ചെയ്യരുത്. ഡോക്ടർ രാജേശ്വരി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. വളരെ നന്ദി.